മലയാളികളുടെ പ്രിയതാരം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസണിനെ ആദ്യമായല്ല ടീം ഇന്ത്യ നിരന്തരമായി തഴയുന്നത്. ഇതിനു മുൻപും പലകുറി ബെഞ്ചിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്. പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീർ എത്തിയാലെങ്കിലും ആ സാഹചര്യം മാറുമെന്നായിരുന്നു ക്രിക്കറ്റ് പ്രേമികൾ വിശ്വസിച്ചിരുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുമ്പോഴും സഞ്ജുവിനെ ബെഞ്ചിലിരുത്തിയുള്ള ടീം ഇന്ത്യയുടെ നിലപാടിൽ വിയോജിപ്പ് അറിയിച്ച് രംഗത്തെത്തുന്നത് നിരവധി പേരാണ്. ഇന്ന് നടക്കുന്ന അഞ്ചാമത്തെയും അവസാനത്തെയുമായ T20 മത്സരത്തിൽ ഇന്ത്യക്ക് ജയിക്കാനായാൽ പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. മറിച്ച് ഓസ്ട്രേലിയ ജയം സ്വന്തമാക്കിയാൽ പരമ്പര സമനിലയിൽ അവസാനിക്കും. അവസാനത്തേതും അഞ്ചാമത്തേതുമായ മത്സരത്തിലെങ്കിലും സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുമോ എന്നാണ് ആരാധകർക്ക് അറിയേണ്ടത്. 5 മത്സര T20 പരമ്പരയിൽ രണ്ടാം T20 മത്സരത്തിൽ സഞ്ജുവിനെ മൂന്നാമനായാണ് ടീം ഇന്ത്യ മൈതാനത്തിറക്കിയത്. എന്നാൽ 2 റൺസ് മാത്രം വഴങ്ങി സഞ്ജു പവലിയനിലേക്ക് മടങ്ങി. ആ മത്സരത്തിൽ ഇന്ത്യ തോൽവി നുണയുകയും ചെയ്തു. ഇതിനുശേഷം നടന്ന 2 മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം നൽകിയില്ല. അതേസമയം സഞ്ജുവിന് പകരം പ്ലേയിങ് 11-ൽ ഇടം പിടിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ജിതേഷ് ശർമ്മ മികച്ച ഫിനിഷർ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ജിതേഷിന്റെ ഈ പ്രകടനം സഞ്ജുവിന് വെല്ലുവിളിയാകാനുള്ള സാധ്യതയും കൂടുതലാണ്. T20 ടീമിൽ ഓപ്പണറായി തിളങ്ങിയ സഞ്ജുവിന് ആദ്യ തിരിച്ചടി ലഭിക്കുന്നത് ശുഭ്മാൻ ഗില്ലിന്റെ വരവോടെയാണ്. ഗിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഉറപ്പിച്ച് T20-ൽ എത്തിയതോടെ സഞ്ജുവിന് തന്റെ ഓപ്പണർ സ്ഥാനം നഷ്ടമായി. ഇന്നിപ്പോൾ ജിതേഷ് ശർമ്മ പ്ലേയിങ് 11-ൽ തുടർച്ചയായി സ്ഥാനം നേടുമ്പോൾ അവിടെ സഞ്ജുവിന്റെ ഭാവി ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. ഇപ്പോഴിതാ സഞ്ജുവിനോട് ടീം ഇന്ത്യ ചെയ്യുന്നത് എന്താണെന്ന് തുറന്നു പറയുകയാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ്. ഗില്ലിനെ ഭാവി നായകനാക്കി വളർത്തിയെടുക്കാൻ ടീം ലക്ഷ്യം വെക്കുന്നതിനാൽ സഞ്ജുവിനെ ഒരു നിഴലാക്കി മാറ്റുകയാണ് എന്നാണ് മുഹമ്മദ് കൈഫ് ചൂണ്ടിക്കാണിക്കുന്നത്. തന്റെ യൂട്യൂബ് ചാനലിലാണ് കൈഫ് ഈ കാര്യം പറഞ്ഞത്. ശുഭ്മാൻ ഗിൽ ടീമിൽ ഇല്ലായിരുന്നുവെങ്കിൽ സഞ്ജു സാംസൺ കളിക്കുമായിരുന്നു. അതിനെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പവുമില്ല. ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി ടീമിൽ വന്നതിനാൽ അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും കളിക്കുന്നുണ്ട്. സഞ്ജു അല്ലെങ്കിൽ ജിതേഷ് ശർമ്മ എന്നിവരിൽ ഒരാളെ മധ്യനിരയിൽ തിരഞ്ഞെടുക്കുമ്പോൾ ജിതേഷ് 5-ാം നമ്പറിലോ 6-ാം നമ്പറിലോ ബാറ്റ് ചെയ്യാൻ അനുയോജ്യനാണ്. അത് അദ്ദേഹം IPL-ൽ കളിച്ച് തെളിയിച്ചതാണ് എന്ന് കൈഫ് പറഞ്ഞു. ഗില്ലിനെ ഭാവി ക്യാപ്റ്റനും കളിക്കാരനുമായി വളർത്തിയെടുക്കാൻ ടീം ലക്ഷ്യമിടുന്നതിനാൽ സഞ്ജു സാംസൺ ടീമിലെ ഒരു നിഴലായി മാറി. ജിതേഷ് 5-ാം നമ്പറിലോ 6-ാം നമ്പറിലോ കളിക്കുമെന്നും കൈഫ് കൂട്ടിച്ചേർത്തു. സഞ്ജുവിന് മികച്ച റെക്കോർഡ് ഉണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ച പുതിയ ബാറ്റിംഗ് പൊസിഷൻ കാരണം അദ്ദേഹം ടീമിന് പുറത്താണെന്നും കൈഫ് പറഞ്ഞു. സഞ്ജുവിന്റെ ഈ അവസ്ഥയിൽ ആരാധകരും ആശങ്കയിലാണ്. ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരത്തിലും താരത്തെ തഴയുകയാണ് എങ്കിൽ താരത്തിന്റെ ഭാവിയെ പോലും അത് മോശമായി ബാധിക്കും. ഗില്ലിനെ വളർത്തുന്നതിനായി സഞ്ജുവിനെ നിഴലാക്കി മാറ്റുന്ന BCCIയുടെ പ്രവണതയെ ചോദ്യം ചെയ്ത് ഒട്ടനവധി പേർ രംഗത്തെത്തുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.